സ്റ്റോറി ബൈ കാർത്തിക് സുബ്ബരാജ്. അത് തലയുള്ളവൻ്റെ മനസ്സിലുദിച്ച ആശയമാണെന്നുള്ളത്. നമസ്കാരം, അമൃതാണ്. ഇന്നലെ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് കണ്ട് ഈ സിനിമ കാണണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ എങ്കിലും ആ ഒരു ശങ്കർ എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മേക്കിങ് ഇന്ത്യൻ ടു വളരെ നിരാശ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ സിനിമ വന്നെങ്കിലും ഒരു സോങ്ങിന് വേണ്ടി ശങ്കർ ഒരു പ്രൊഡ്യൂസറെ കൊണ്ട് മുടക്കുന്ന ഒരു മുതൽ തന്നെ നമുക്ക് തിയേറ്ററിൽ അങ്ങനെ ആസ്വദിച്ച് കാണാനുണ്ടാവും. അപ്പോൾ അതിലൊരു നിരാശയും ഈ സിനിമ വരുത്തിയില്ല. ഇപ്പോൾ ഇന്ത്യൻ 2 എടുത്താലും ഇന്ത്യൻ 1 എടുത്താലും ശങ്കറിൻ്റെ ഏതൊരു സിനിമ എടുത്താലും അതിൽ ഒരു സിനിമ കുറച്ച് വ്യത്യസ്തമായിട്ട് വെൽ സിങ്ക്രണൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയത് അന്യനാണ്. അന്യനകത്ത് നമ്മൾ ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് നമുക്ക് ആ ഒരു എനർജി ഉണ്ടായിരുന്നു. പിന്നെ വിക്രം ആസ് ആൻ ആക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാഗും പിന്നെ എല്ലാത്തിനും ഉപരി അതിൻ്റെ തിരക്കഥയും കൂടെ ആയപ്പോഴത്തേക്കാണ് ആ സിനിമ ഭയങ്കരമായിട്ട് വർക്കായത്. ഒരുപക്ഷെ അത്രയും വർക്കായ മറ്റൊരു ശങ്കർ സിനിമ എൻ്റെ അറിവിലില്ല. ജെന്റിൽമാനൊക്കെ ഉണ്ട് എങ്കിലും അന്യനൊരു സംഭവമായിരുന്നു. ഇന്ന് നമുക്ക് അന്യൻ എടുത്തിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു വളരെ പഴയ ഒരു സിനിമയാണെന്ന് നമുക്ക് തോന്നത്തില്ല. അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടാണ് ശങ്കർ ആ സിനിമയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യൻ 2 നിരാശ ഉണ്ടാക്കിയെങ്കിലും ആ ശങ്കർ എലിമെൻറ്റ്സ് ഒക്കെ ആ സിനിമയ്ക്കകത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശങ്കറിൻ്റെ ഇതായിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈല് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് സിനിമ പോയി കണ്ടത്. പക്ഷേ എനിക്കിത് ഡൈജസ്റ്റായി. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രാം ചരൺ എന്ന ആക്ടറുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാഗും എല്ലാം അതിനകത്ത് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ആക്ഷൻ, അത്യാവശ്യം നല്ല ആക്ഷൻ സീക്വൻസുകളൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ പാട്ടുകൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ ശങ്കർ ഒരു പാട്ട് ചിത്രീകരിക്കുന്ന ഒരു രീതി, ഇതിനകത്തൊരു നമ്മുടെ അന്യനിലെ അണ്ടങ്കാക്ക കൊണ്ടക്കാരി എന്നുള്ള പാട്ട് പോലെ ഏതാണ്ട് അതുമായിട്ട് സിമിലറായിട്ടുള്ള ഇതിനകത്തുള്ള എല്ലാ പാട്ടുകളും ആ രീതിയിൽ തന്നെ ഹെവി ബഡ്ജറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സോങ് അതെടുത്ത് വെച്ചിരിക്കുന്ന ഒരു രീതി, അതിനകത്ത് VFX ഉണ്ടാവാം, CGയുടെ വർക്കെല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും ആ CGയും ഒറിജിനലായിട്ടുള്ള അവർ ചെയ്തിരിക്കുന്ന ആ ഡാൻസ് ഇതെല്ലാം കൂടെ ഉള്ളൊരു ഇൻ്റഗ്രേഷനുണ്ട്. ശരിക്കും ഒരു ടോപ്സി ടെർവി ലാൻഡ് പോലൊരു സംഭവം അവർ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുഴിക്കകത്തൊരു സെറ്റ് ഇട്ടിരിക്കുന്ന കണക്ക് നമുക്ക് തോന്നും. അത്ര ഗംഭീരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ, അതായത് മേക്കിങ്ങിൽ നമ്മളിങ്ങനെ വായും പൊളിച്ചിരിക്കുന്ന ഒരു അത്ഭുതം, പിന്നെ അനീതിയെ എതിർക്കുന്നതായിരുന്നാലും ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതായിരുന്നാലും ഇതും, പിന്നെ ആക്ഷൻ്റെ ഒരു സ്റ്റൈല്, ശങ്കർ സിനിമയുടെ ഒരു സ്റ്റൈൽ, ഇതൊക്കെ തന്നെയാണ് ഒരു ശങ്കർ സിനിമ. ഇതിനപ്പുറത്തേക്ക് ലോജിക്കും കാര്യങ്ങളൊന്നും ശങ്കർ സിനിമയിൽ പണ്ടും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിനകത്ത് എനിക്ക് തിരക്കഥയിൽ എനിക്ക് ആ ഒരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ആരായിരുന്നാലും, എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളായിരുന്നാലും, ഒട്ടും എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാളായിരുന്നാലും, ഇവിടെ പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെയും പിന്നിലുള്ള ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ IASകാരും പൊളിറ്റീഷ്യൻസുമായിട്ടുള്ളൊരു ടഗ് ഓഫ് വാറാണ് ഈ സിനിമയുടെ ആശയം എന്ന് പറയുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അതിൽ ഒത്തിരി കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ഡയലോഗ്സും നമുക്ക് പലതും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പോലും ഈ സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു സിറ്റിസൺ അറിയേണ്ട കാര്യങ്ങൾ പോലും ഇതിനകത്ത് നന്നായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ കൂടി ചേരുമ്പോൾ ഒരു ശങ്കർ സിനിമ ആയി കഴിഞ്ഞ്. സാധാരണ നമ്മൾ ഈ സിനിമയിൽ ഫൈറ്റ് സീക്വൻസ് വരുമ്പോഴാണ് ബോൾട്ട് ക്യാമറ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മൂവ് ചെയ്തുള്ള ഷോട്ട്സ് എടുക്കുന്നത്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ഷോട്ട്സ് ബോൾട്ടിൽ എടുത്തിരിക്കുന്നതാണ് സംശയമുണ്ട്. കാരണം ചില മാസ് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ട് രാം ചരൺ നടന്നു വരുന്ന ആ ഒരു സ്വാഗിൻ്റെ മാക്സിമത്തിൽ എത്തിക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് ബോൾട്ട് ക്യാമറയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത് ഒരു സിനിമയിൽ മാക്സിമം ടൈമും ബോൾട്ട് ക്യാമറയൊക്കെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഡ്ജറ്റ് ആയിരുന്നാലും അതെത്രത്തോളം ഹാർഡ് വർക്ക് ആയിരിക്കും അതിൻ്റെ പിന്നുള്ളൊരു എഫേർട്ട് എന്നുള്ളത് അത് എനിക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ സോങ്സ് എല്ലാം ഭയങ്കര രസമാണ്. അതിൻ്റെ മേക്കിംഗ് ആയിരുന്നാലും സോങ്സ് എല്ലാം കമ്പോസ് ചെയ്തിരിക്കുന്നത് തമനാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ശങ്കർ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ളതെല്ലാം ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഈ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് 10 ഞാൻ മൂവിക്ക് 9 റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.